എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇടയിൽ കൂടി വരുന്ന ഒരു ആരോഗ്യ പ്രശ്നം ഓട്ടിസം ബാധിച്ച കുട്ടികൾ. അതിന്റെ കണക്ക് പ്രസിഡന്റ് ട്രംപ് ചൂണ്ടിക്കാട്ടി. If you go back 15 years ago, we had like nobody. It was 1 in 20,000. Now we have 1 in 34. Kids have autism. Maybe it's a spray that we spray all over the place that nobody else does. Other countries don't. The Pennsylvania Dutch, they don't do anything, and they're amazing. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും പ്രാദേശികമായിട്ട് കണക്കുകൾ വിലയിരുത്താം. എന്റെ ചെറുപ്പത്തിൽ എന്റെ പ്രദേശത്ത് വളരെ കുറഞ്ഞ എണ്ണത്തിലെ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് വളരെയേറെ കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ് അത്തരം കുട്ടികളെ പരിചരിക്കുക എന്നുള്ളത്. അത് അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കറിയാം. ഇത് കാണുന്ന അത് അനുഭവിക്കുന്ന മാതാപിതാക്കളും ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ളവരും ഇനി അമ്മമാരാകാൻ പോകുന്നതും അച്ഛന്മാരാകാൻ പോകുന്നതുമായ യുവതി യുവാക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കും. ഇതിന്റെ പരിഹാരം ഡോക്ടർ അനിത പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഒപ്പം മറ്റൊരു ഡോക്ടറും ഇതിന്റെ കാരണവും പരിഹാരവും ഒക്കെ ബോധിപ്പിക്കുന്നുണ്ട്. പീരീഡ് ആയി കഴിഞ്ഞ് കുറച്ചു കൊല്ലത്തേക്ക് മാറിപ്പോ അതല്ല, ജനിക്കുമ്പോ മദറിന്റെ വയറ്റിൽ കിടക്കുമ്പോ അവർക്ക് യൂഷ്വലി PCOS ഉള്ളവർക്കായിരിക്കും കുട്ടികൾക്ക് കിട്ടുക. ജനറ്റിക് ആണിത്. അവരുടെ ബോഡിയിലെ ആൻഡ്രോജൻ, അതായത് ടെസ്റ്റോസ്റ്ററോൺ ഹൈ ആണെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ഈ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ന്യൂറോളജിക്കൽ കണക്ഷൻസ് ഡിഫറെന്റ് ആവും. അപ്പോൾ ഓട്ടിസം, ADHD അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഹേവിയറൽ ഓറിയന്റേഷന്റെ ചേഞ്ചിന് ഒരു കാരണം അതാ എക്സ്പോഷർ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ഇൻ യൂട്രസിനകത്ത് കിടക്കുമ്പോൾ അവർക്ക് അവരുടെ എൻവയൺമെന്റിൽ ടെസ്റ്റോസ്റ്ററോൺ ഉള്ളത് കൊണ്ട് ഇത്. അപ്പോ PCOS ഉള്ളവർ കുട്ടികളെ ബെയർ ചെയ്താല് അവർക്ക് പ്രോബ്ലംസ് കൂടുതലാണുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഓറിയന്റേഷൻ Inflammation in the brain is the root cause of so many of brain issues. So depression is inflammation, autism is inflammation, ADD is inflammation, Alzheimer's is inflammation of the brain. Chris Palmer is a Harvard psychiatrist who wrote a book called Brain Energy, talking about how he cured schizophrenia using a ketogenic diet, getting people off of sugar. And the science is there. So when you switch to ketones, it activates the brain's repair systems. It improves mitochondrial function. It reduces inflammation. It helps cognitive function at every level. So I've seen it work from autism to Alzheimer's to schizophrenia to depression. This is just an all-protein diet. It's not all. ശരിയായ ഭക്ഷണ സംസ്കാരം നമുക്കില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഡോക്ടർ അനിത പറയാൻ വിട്ടുപോയതാണോ അതോ ഇതിന്റെ ബാക്കി ഭാഗം പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. 99% യുവതി യുവാക്കളും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് വിവാഹത്തിന് മുമ്പ് തന്നെ. അത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ കാര്യമായി ബാധിക്കുന്നു. അതിന്റെ ശരിയായ ഭക്ഷണം, ശരിയായ പരിഹാരം, ശരിയായ ഭക്ഷണമാണ്. അത് ഒരു ലോ കാർബ് ഡയറ്റാണ് എന്നതിൽ തർക്കമില്ല. അത് ഈ പറഞ്ഞ ഡോക്ടർമാരുടെ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലോ കാർബും അതിന്റെ പ്രചരണവുമൊക്കെ നടത്തുന്നതിന് സമാനമായ മറ്റാരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഇത് മറ്റുള്ളവരിലെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.